അർജുന്റെ ഫാമിലിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആർക്കാണ് യഥാർത്ഥത്തിൽ ജോലി അർഹത എന്നുള്ള ഒരു ചെറിയ ജോലിയെങ്കിലും കൊടുത്ത് സഹായിക്കേണ്ടത് ഈ നൈസമ്മയുടെ ഉമ്മയ്ക്കല്ലേ? ആ ഉമ്മയ്ക്ക് അതിനുള്ള അർഹതയില്ല. ഇന്ന് രാവിലെ ട്രാവൽ വ്ളോഗർ ആയിട്ടുള്ള സുജിത് ഭക്തൻ അർജുന്റെ ഫാമിലിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അർജുന്റെ കുടുംബത്തിന് 7 ലക്ഷം രൂപ ധനസഹായം നൽകും മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്ററിന് ആണ് സുജിത് ഭക്തൻ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. വയനാട്ടിൽ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് 7 ലക്ഷം രൂപയും കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലിയും കൊടുക്കണം. എന്താ നടക്കുമോ എന്നുള്ള രീതിയിൽ ഒരു വിമർശനമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. പലർക്കും, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഈ വിമർശനം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അർജുന്റെ ഫാമിലി എന്നുള്ള രീതിയിൽ അർജുന്റെ ഭാര്യയ്ക്ക് സഹകരണ സ്ഥാപനത്തിൽ ജോലി കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ 7 ലക്ഷം രൂപ ഒരു പണമായി നൽകുന്നത്, സർക്കാർ പണമായി നൽകുന്നത്, ധനസഹായം നൽകുന്നത് അംഗീകരിക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ശരി, അപ്പം ഞാൻ ഇനി അർജുന ഫാമിലിയെ ഞാൻ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആ ഫാമിലി ഒഴിവാക്കി നിർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ജോലിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, ആർക്കാണ് യഥാർത്ഥത്തിൽ ജോലി അർഹത എന്നുള്ളതാണ്. എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ മറന്നിട്ടാണ് ചിലരിലേക്ക് നമ്മൾ ജോലി കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്, ശ്രുതി നമ്മുടെ ഈ വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ഫാമിലിയുള്ള ആൾക്കാർ, അമ്മയും അച്ഛനും ഫാമിലി എല്ലാം പെങ്ങളും എല്ലാം മരിച്ചു പോകുന്നു. അവസാനം ഉണ്ടായിരുന്നത് കല്യാണം കഴിക്കാനിരുന്നൊരു പയ്യൻ മാത്രമാണ്. ആ പയ്യനും ആക്സിഡന്റിൽ മരണപ്പെട്ടു പോകുന്നു. അപ്പം ടി സിദ്ദിഖ് MLA ആണ് ആ പെൺകുട്ടി ഇപ്പം നോക്കുന്നത്. ഒരു വീട് വെക്കുന്നത് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കണ്ടു. ആ വീട് വെക്കുന്ന ഒരു വീഡിയോയിൽ ആ പെൺകുട്ടി ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ നാട്ടുകാർ വന്നിട്ട് അതിൻ്റെ ഇടയിൽ കമന്റ് ഇടുന്നുണ്ട്. ഒരു പെൺകുട്ടിക്ക് വിഷമമില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിൻ്റെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവണം. അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതുപോലുള്ള കമന്റ് ഇടുന്നത്. ഈ പെൺകുട്ടിക്ക് എന്താണ് സർക്കാർ ജോലി കൊടുക്കാത്തത് എന്നൊരു ചോദ്യം ഇന്നലെ വരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ പെൺകുട്ടിക്കല്ലേ, തീർച്ചയായിട്ടും ഇനി ആ ഒറ്റയ്ക്കുള്ള പെൺകുട്ടിക്ക് സ്വന്തം കാലിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് സഹായിക്കേണ്ടി വരും. സ്റ്റേറ്റ് സഹായിക്കില്ല, സ്റ്റേറ്റിന് പിന്തുണ കൊടുക്കണം. നമുക്കൊരു ജോലി എന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിക്ക് കൊടുക്കേണ്ടതായിട്ട്. കാരണം ഒന്നുമില്ല, ഇനി ജീവിക്കാനൊരു പ്രതീക്ഷയില്ല നിൽക്കുന്ന പെൺകുട്ടിയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു സപ്പോർട്ട് വേണം, സ്റ്റേറ്റിൻ്റെ ഒരു സപ്പോർട്ട് വേണം. അങ്ങനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ആ പെൺകുട്ടിക്ക് ജോലി കൊടുക്കുന്നത് നല്ല കാര്യം. ആ കാര്യത്തിൽ 100% സർക്കാർ എടുത്ത തീരുമാനം ശരിയാണ്. ആ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും ജോലി വേണമായിരുന്നു. ചില കാര്യങ്ങളിൽ നമ്മൾ ആലോചിക്കാറുണ്ട്, ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ആ ഫാമിലിയിലുള്ള ബാക്കിയുള്ള ആൾക്കാരുണ്ട്, അവർക്ക് മറ്റു രീതിയിൽ ജോലി ചെയ്യാൻ സാഹചര്യമുള്ളവരുണ്ട്. അങ്ങനെയൊക്കെ ആലോചിക്കാൻ നേരത്തെ നമ്മൾ മറന്നു പോകുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട് വയനാട്ടിൽ. സുജിത് ഭക്തൻ ചോദിച്ച ചോദ്യത്തിൽ പ്രസക്തിയാണ്. വയനാട്ടിൽ ഉരുൾപൊട്ടലിന്റെ ഗ്രാവിറ്റി എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം കൊണ്ട് സ്വന്തം വീടും സ്ഥലവും പ്രിയപ്പെട്ടവരും എല്ലാം നഷ്ടപ്പെട്ട് ഒഴുകിപ്പോയ ആൾക്കാർ ഇന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ ജീവിക്കുന്ന, ക്യാമ്പിൽ ജീവിക്കുന്ന മനുഷ്യന്മാരാണ്. ഈ മനുഷ്യന്മാരിൽ തന്നെ ചില ആൾക്കാരുണ്ട്, ആ ഫാമിലിയെ ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ട ഫാമിലിയുണ്ട്, ചിലർക്ക് ജോലി കൊടുക്കേണ്ട ഒരു ഫാമിലിയുണ്ട്. നമ്മൾ ഈ അടുത്ത സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നപ്പോൾ ഒരു കുട്ടിയെ കണ്ടത് ഓർമ്മയുണ്ട് നിങ്ങൾ? നൈസമ്മയുടെ മുഖം അങ്ങനെ ആരും പെട്ടെന്ന് മറക്കാനൊന്നും സാധ്യതയൊന്നുമില്ല. ഉരുൾപൊട്ടല് ആ കുട്ടിയുടെ മുഖം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പ്രധാനമന്ത്രി വന്നപ്പോൾ പ്രധാനമന്ത്രിയോടൊപ്പം VD സതീശനോടൊപ്പം ആ പെൺകുട്ടി നല്ല രീതിയിൽ കമ്പനിയോട് സംസാരിക്കുന്നതും പെരുമാറുന്നതൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ ആ വിഷ്വൽ കണ്ടാണ്, ഇന്ത്യ മുഴുവൻ ആ വിഷ്വൽ വൈറലായാണ്. ഈ നൈസമ്മയുടെ ലൈഫ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും റീല് കണ്ടിട്ട് ആ പെൺകുട്ടിയെ ജസ്റ്റ് നമ്മൾ കണ്ടു, ഓക്കെ കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വിട്ടു. എന്താണ് യഥാർത്ഥത്തിൽ അവരുടെ ലൈഫ്, ഇപ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അതേ വാർത്തയുടെ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം, ഒരു ഭീകരമായ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാവും. നൈസയ്ക്ക് ഇനി ഉമ്മ മാത്രമാണ് ബാക്കിയുള്ളത്. സഹോദരങ്ങൾ ഉൾപ്പെടെ 5 പേരെയാണ് ദുരന്തത്തിൽ നഷ്ടമായത്. ഉരുൾപൊട്ടി ചെളിയിൽ പൂണ്ട് കിടന്ന നൈസയെ രക്ഷിച്ചത് അയൽവാസിയും ബന്ധുവുമായ സ്ത്രീയാണ്. ഉരുൾപൊട്ടിയ 30-ന് രാവിലെ കുട്ടി ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വീട്ടുകാർ ആരെങ്കിലും ജീവിച്ചിരിപ്പോട്ടെ എന്ന് അറിയില്ലായിരുന്നു. കുട്ടിയെ രക്ഷിച്ച ബന്ധുവാണ് ആശുപത്രിയിൽ കൂടെ നിന്നത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഉമ്മ ജസീല ഗുരുതരമായി പരിക്കേറ്റ് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നുണ്ടെന്ന് കണ്ടെത്തി. നൈസയുടെ ഉപ്പ ഷാജഹാൻ, സഹോദരിമാരായ ഹിന, സിലു, വല്യുപ്പ മുഹമ്മദ് അലി, വല്യുമ്മ ജമീല എന്നിവരെ ഉരുൾപൊട്ടലിൽ നഷ്ടമായി. ഇപ്പോൾ നൈസയും ഉമ്മ ജസീലയും ഒരുമിച്ചാണ് ആശുപത്രിയിൽ കഴിയുന്നത്. പ്രധാനമന്ത്രി സന്ദർശിക്കുന്നവരുടെ പട്ടികയിൽ ജസീലയുടെ പേരും ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ നമ്മൾ മറന്നിട്ടില്ലായിരിക്കും അല്ലെ? യഥാർത്ഥത്തിൽ അവരുടെ ലൈഫ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. അവരുടെ ഫാമിലിയിലുള്ള എല്ലാവരും മരണപ്പെട്ടു. ആരുമില്ല. ഇന്നലെ കണ്ടവര്, ഒരു റൂമിൽ താമസിച്ചവര് എല്ലാവരും മരണപ്പെട്ടു. ആ അമ്മയും മോളും മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ അമ്മയ്ക്കൊരു ജോലിക്ക് അർഹതയില്ലേ? ആ കുട്ടി ഇനി വളർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക്, കാരണം അവർക്ക് ഇനി ആരുമില്ല. പലരുടെയും വീട്ടിൽ ബന്ധുക്കളുണ്ട്, സഹോദരന്മാരുണ്ട്, അവർക്കൊരു ബാക്ക് സപ്പോർട്ടിന് ആളുണ്ട്. പക്ഷേ ഈ ഉമ്മയുടെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ നൈസമ്മയുടെ ഉമ്മയുടെ കാര്യം, അവർക്ക് ആരുമില്ല. അവർക്ക് ഇനി വേണ്ടത് ഒരു സ്റ്റേറ്റിന്റെ സപ്പോർട്ടാണ്. ആ സർക്കാർ സഹായം കൊണ്ട് ഇനി എത്ര നാൾ ഈ കുട്ടിയെ അവർക്ക് പഠിപ്പിക്കാൻ പറ്റും? ഒറ്റയ്ക്ക് ഒരു ജോലി ഇല്ലാതെ ഈ അമ്മ എത്ര നാൾ ഈ കുട്ടിയെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഒരു ജോലി, ഒരു ചെറിയ ജോലിയെങ്കിലും കൊടുത്ത് സഹായിക്കേണ്ടത് ഈ നൈസമ്മയുടെ ഉമ്മയ്ക്കല്ലേ? ആ ഉമ്മയ്ക്ക് അതിനുള്ള അർഹതയില്ലേ? എല്ലാവരും നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവർക്കൊരു ബാക്ക് സപ്പോർട്ട് കൊടുക്കാൻ സ്റ്റേറ്റിന് ഉത്തരവാദിത്തമില്ലേ? പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മളിത് മറന്നു പോകുന്നു എന്നുള്ളത്.
രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് ആ ധീരതയ്ക്ക് മേൽ മരണത്തിന് മൺകൂന 50 ജീവനുകൾക്ക് രക്ഷകനായി പ്രജീഷ് മടങ്ങി എന്നുള്ള രീതിയിലൊരു വാർത്ത ഞാൻ അന്ന് കണ്ടു. അന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പലപ്പോഴും നമ്മൾ കണ്ടു. ഇവർക്കൊരു ഫാമിലി ഉണ്ട്, 19 പേരെ രക്ഷപ്പെടുത്താൻ പോയി ഒരു രക്ഷാപ്രവർത്തനത്തിനടുത്ത് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയ വാർത്തയാണ്. ആ ഫാമിലി ഞാൻ നോക്കും, ചിലപ്പോൾ ഈ ഒരു വ്യക്തി ജോലിക്ക് പോയിട്ടായിരിക്കും ആ ഫാമിലി ഇതുവരെ ജീവിച്ചിരുന്നത്. ഇപ്പോഴും അവർക്ക് വീടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത് കൊണ്ട് മാത്രം കുറച്ച് മനുഷ്യന്മാരെ ജീവനോടെ തിരിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തി മരണപ്പെട്ടു പോയി. ആ ഫാമിലി പെടുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു ജോലിക്ക് അർഹതയില്ലേ? അത്രയും ജീവൻ രക്ഷിച്ച ഒരു വ്യക്തിയല്ലേ? ഇതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടു പോയ മനുഷ്യന്മാരുടെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാക്ക് സപ്പോർട്ട് ചെയ്യാൻ ബന്ധുക്കളില്ലാത്ത, സഹോദരങ്ങളില്ലാത്ത, ആരുമില്ലാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന, ഇന്നലെ വരെ കിടന്നുറങ്ങിയ ഭൂമി ഇന്ന് കാണാൻ പറ്റാത്ത, ഇന്നലെ സന്തോഷത്തോടെയും ദുഃഖത്തിനും ഒപ്പം നിന്ന ആൾക്കാരെ പെട്ടെന്നില്ലാതായി പോയ കുറച്ച് മനുഷ്യന്മാരാണ് വയനാട്ടിലുള്ളൂ. ഈ വയനാട് ഉരുൾപൊട്ടലിൽ തന്നെ വേറെയും ചില വാർത്തകളുണ്ട്. പഠിക്കാൻ പോയിരുന്ന കുട്ടികൾ മാത്രം രക്ഷപ്പെട്ട ഫാമിലി ഉണ്ട്. അതായത് സ്വന്തം ഫാമിലി ഉരുൾപൊട്ടലിൽ പോയി പഠിക്കുന്നതിന് വേണ്ടി ഹോസ്റ്റലിലോ അല്ലെങ്കിൽ വിദേശത്തോ പോയിരുന്ന കുട്ടികൾ മാത്രം ജീവിച്ചിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. ഇവരുടെ വിദ്യാഭ്യാസം ഗവൺമെന്റ് ഏറ്റെടുക്കണ്ടേ? അവർക്ക് ജോലി കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എവിടെയാണോ പഠിക്കുന്നത് ആ പഠിത്തം തീരുന്നത് വരെ നമുക്ക് സഹായം ചെയ്യണ്ടേ? അവർ വിദേശത്തായിരിക്കാം, നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ ഗവൺമെന്റ്? അല്ലെന്നുണ്ടെങ്കിൽ നാട്ടിലായിരിക്കും പഠിക്കുന്നത്. ആരുമില്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഞാൻ ഒരു ഫാമിലിയും കമ്പയർ ചെയ്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നഷ്ടപ്പെട്ടു പോയ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു ഉമ്മ, ആ കുട്ടിയുടെ ചിത്രം ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്മയും നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതൊരു പേജ് കാണുന്ന